അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദന്മാരെ, SSFന്റെ പ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സാഹിത്യോത്സവത്തിൻ്റെ ധന്യമായ വേദിയിലാണ് ഞാനും നിങ്ങളും ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഭൂമോ ഉപതല സൃഷ്ടികളിൽ ഉന്നതരാണ് മനുഷ്യർ. തൻ്റെ ജീവിതത്തിൽ ചിട്ടയായ രൂപത്തിൽ ചിട്ടപ്പെടുത്താനും തൻ്റെ ജീവിത ലക്ഷ്യങ്ങളെ നേടിപ്പിടിക്കാനുമുള്ള ഒരു ആയുധമായിട്ടാണ് അറിവ് ഇവിടെ വർദ്ധിക്കുന്നത്. നീ ഒരു ഭാഷ പഠിച്ചാൽ നിനക്കൊരു ചിറക് മുളച്ചു, നീ രണ്ട് ഭാഷ പഠിച്ചാൽ നിനക്ക് രണ്ട് ചിറക് മുളച്ചു എന്ന പ്രശസ്ത നോവലിസ്റ്റ് ഷേക്സ്പിയറിൻ്റെ വാക്കുകൾ എത്ര പ്രശസ്തമാണ്. കൂടുതൽ അറിവുകൾ നേടുന്നതിലൂടെയാണ് മനുഷ്യൻ തൻ്റെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്, ഒന്നാമത്തെ കടമയുടെ പ്രഖ്യാപനമാണ് എന്നെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്ന് മനുഷ്യവംശത്തിന് ഞാനിതാ വിധിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കടമ എന്താണ്? നിന്റെ മാതാപിതാക്കളോട് നന്മ ചെയ്യണമേ എന്നതാണ്. അല്ലാഹു തആല പറയുകയാണ്, അവരോട് എന്നൊരു വാക്ക് പോലും പറയാൻ പാടില്ല, നീരസത്തിന്റെ ഒരു വാക്ക് പോലും അവരോട് പറയരുത് എന്നാണ് ആരുടെ കൽപ്പന? പ്രപഞ്ചനാഥന്റെ കൽപ്പന, അതായത് അള്ളാഹുവിന്റെ കൽപ്പന. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ ഇബാദത്തുകളിൽ ഒന്നാണ് തൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നത്. ഒരിക്കൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഖബറിനരികിലൂടെ നടന്നു വരികയായിരുന്നു. ആ സമയത്ത് ആ ഖബറിനുള്ളിലെ ഖബറാളിയെ അദാബിന്റെ മലക്കുകൾ ശിക്ഷിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ആവശ്യം കഴിഞ്ഞ് അതേ വഴിയിലൂടെ തിരിച്ചു വന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടത് റഹ്മത്തിന്റെ മലക്കുകളെയാണ്. അവരുടെ പക്കൽ പ്രകാശത്താലുള്ള തളികകളുമുണ്ട്. ഇതിൽ ആശ്ചര്യം പൂണ്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കാരം നിർവഹിച്ചു. ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി അല്ലാഹു തആലയോട് ദുആ ചെയ്തു. അല്ലാഹു തആല വഹി അറിയിച്ചു, ഓ ഈസാ നബിയെ, പാപിയായിരുന്ന ഇയാൾ മരിച്ചതു മുതൽ എൻ്റെ ശിക്ഷയിൽ ബന്ധിതനായിരുന്നു. മരണസമയത്ത് പൂർണ്ണ ഗർഭിണിയായിരുന്ന ഇയാളുടെ ഭാര്യ പ്രസവിക്കുകയും ആ കുട്ടിയെ നല്ല നിലയിൽ വളർത്തുകയും ചെയ്തു. വിദ്യ നുകരാൻ വേണ്ടി ഒരു മതപഠനശാലയിൽ കൊണ്ടു ചേർക്കുകയും അവിടെ വെച്ച് ആ അധ്യാപകൻ ആ കുട്ടിക്ക് ആദ്യമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും അത് ആ കുട്ടി പഠിക്കുകയും ചെയ്തു. ആ മകൻ ഭൂമുഖത്ത് വെച്ച് ഓരോ തവണ എൻ്റെ നാമം പറയുമ്പോഴും ഖബറിനകത്ത് ഇയാളെ ശിക്ഷിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു. ഇതുകൊണ്ടാണ് ഇയാൾക്ക് ഖബറിൽ രക്ഷ ലഭിച്ചത്. ഇൽമിന്റെ മഹത്വം എത്ര വലുതാണെന്ന് ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നുവല്ലോ. ഇൽമു പഠിക്കുന്ന ഒരു മകൻ കാരണം പാപിയായ ഒരു പിതാവിന് ഖബറിൽ രക്ഷയും സന്തോഷവും ലഭിച്ചു. ആരെങ്കിലും ഇൽമിന്റെ വഴിയിലേക്ക് പ്രവേശിച്ചാൽ അത് മുഖേന സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്ന് ഹബീബുന മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യന് വേണ്ടത് ധാർമ്മിക വിദ്യയാണ്. ഇന്ന് ലോകത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നതും അതാണ്. അത് തിരിച്ചു പിടിക്കാനാണ് SSF ഇവിടെ പ്രവർത്തിക്കുന്നത്. എൻ്റെ ഈ വാക്കുകൾ അതിനൊക്കെ ഒരു പ്രചോദനമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹ് റുദ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.